നെത്തോലി, പൊടിമീൻ, കൊഴുവ, എന്തൊക്കെ പേരാണല്ലേ നമ്മുടെ കൊഴുവൊക്കെയുള്ളത്. പല സ്ഥലത്തും പല പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ കൊഴുവേന്നാട്ടോ പറയുന്നത്. എന്തായാലും പുള്ളീനെ നമുക്കങ്ങോട്ട് ഫ്രൈ ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണ്. പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും വീണ്ടും ആലുവാപ്പുഴയിലേക്ക് സ്വാഗതം. ഞാൻ ജിമി റിനീഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാൽസ്യം അടങ്ങിയ മീനാണ് കൊഴുവ. ചെറുമീനുകളിൽ പ്രധാനിയാണ്. പുള്ളിനെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാട്ടോ. നമ്മുടെ കണ്ണിനും എല്ലിനും പല്ലിനും ഒക്കെ, പിന്നെ ചർമ്മത്തിനും, എന്തിനും നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളൊക്കെ നീക്കം ചെയ്യാനും, അതിലുപരി നമ്മുടെ ഹൃദയത്തിന് വരെ ബെസ്റ്റാണ് പുള്ളിക്കാരൻ. ചില മീനുകളൊക്കെ ചില രീതിയിൽ വെച്ചാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. പക്ഷേ ഈ പുള്ളിക്കാരൻ അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വെച്ചാലും അടിപൊളിയാണ്. നമ്മൾ തേങ്ങാരച്ചൊക്കെ വെക്കുവാണെങ്കിൽ ചെറുമീനുകളൊക്കെ മാങ്ങയോ അല്ലെങ്കിൽ ചെമ്മീപ്പുളിയൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ റൂട്ട് മാറിപ്പോവാണ്. നമുക്ക് എന്തായാലും പുള്ളി അങ്ങോട്ട് ഫ്രൈ ചെയ്യാം. ചുമ്മാ ഫ്രൈ അല്ല കേട്ടോ, ഒരു വെറൈറ്റി തന്നെയാണ്. ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു. നമുക്ക് അതിനായിട്ട് കുറച്ച് വേപ്പില പറിക്കാം കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ സംഭവം നിൽപ്പുണ്ട്. കണ്ടോ, വേപ്പൊക്കെ നിൽക്കണ കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ. ആ ഒരു 3 മണി സമയമായിട്ടുള്ളേ, അതാണ് ആ സൂര്യൻ്റെ ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ലൊരു ലൈറ്റപ്പ് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കൊഴുവ ഫ്രൈ ഉണ്ടാക്കാനുള്ള വേപ്പൊക്കെ പറിച്ചുകൊണ്ട് നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നമ്മുടെ കൊഴുവ ഫ്രൈയിൽ വേപ്പില ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. വേപ്പും തൈയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അരച്ചൊക്കെ ചേർക്കുന്ന കറികളിലൊക്കെ ഒരു തണ്ട് വേപ്പെങ്കിലും അരച്ച് ചേർക്കുക. അതെന്തുകൊണ്ടും നമുക്ക് ഗുണേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കൊഴുവ ഫ്രൈക്ക് വേണ്ട വേപ്പിലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കെന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോണ കൊഴുവ. നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്ലാമർ കൂട്ടാൻ വേണ്ടി 2 പച്ചമുളകും സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇരുന്നോട്ടെ. അപ്പോൾ ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എങ്ങനെയാണ് കൊഴുവ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അതിനുവേണ്ടി കുറച്ച് പൊടികൾ ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് എരിവൊക്കെ ആവശ്യമുള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇടിച്ച മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 50-50 ആയിട്ട് എടുക്കാം കേട്ടോ. ഇടിച്ച മുളക് ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ സംഭവത്തിന്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത്രയും മഞ്ഞൾപ്പൊടി എടുക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ഞാൻ കൂട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇരുന്നോട്ടെ, മഞ്ഞൾപ്പൊടിയല്ലേ. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്രയുള്ള പീസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണമാണ്. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇനിയും കുറച്ചും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ അത്യാവശ്യം എരിവ ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി എരിവ് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കൊരു വെറൈറ്റി ആയിട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലയും കൂടി ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചതക്കാനായിട്ട് നമുക്ക് വേപ്പിൻ്റെ ഈ ഇത്രയും പോർഷൻ മാത്രം മതി. ഇതുപോലെ കല്ലുള്ളവർ അങ്ങനെ ചതച്ചെടുക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചെടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ ഇങ്ങനെ ചതക്കുമ്പോൾ കറക്റ്റായി ഇഞ്ചിയുടെ നീര് എൻ്റെ കണ്ണിലോട്ട് തന്നെ തെറിക്കുമായിരുന്നു. ഇപ്പം ഏതായാലും ഞാൻ ചതച്ച് അതിൽ എക്സ്പേർട്ടായി. ഉള്ളിയൊക്കെ ചതക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കോമഡിയാണ്. ഒരു 10 എണ്ണം ഇട്ടാൽ 3 എണ്ണേ ചതക്കാൻ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ തെറിച്ച് പോകും. പക്ഷേ എന്നാലും ചെയ്ത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ വേപ്പിലയും കൂടി ചതച്ചെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൊഴുവേല അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കൊഴുവേല അങ്ങോട്ട് പുരട്ടി മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കണം മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ കൊഴുവേല അങ്ങോട്ട് ശരിക്കും പിടിക്കട്ടെ. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഇടിച്ച മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഉപ്പ്, ഞങ്ങളിവിടെ കല്ലുപ്പാട്ടോ ഉപയോഗിക്കണേ. എന്നിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കറികൾക്കൊക്കെ. അതുകൊണ്ട് അധികമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. തലേ ദിവസം എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വറക്കുവാണെങ്കിലുണ്ടല്ലോ കുറച്ചും കൂടി ടേസ്റ്റി. അങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് കൊഴുവ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു.
ആ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഈ പാത്രം പെട്ടെന്ന് ചൂടാവും. നമുക്ക് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഈ കൊഴുവ റെഡിയാക്കുന്നത്. അത്യാവശ്യം പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയത്തിലോട്ട് വെക്കാം. കൊഴുവ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് ഒരു 2 തണ്ട് വേപ്പില ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേപ്പിലയല്ലേ, ധൈര്യമായിട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 മുളക് കീറിയിടുന്നുണ്ട്. ഏത് മീൻ വറുത്താലും അതിനകത്ത് ഒരു 2 പച്ചമുളക് അല്ലെങ്കിൽ ഒരു പച്ചമുളകൊക്കെ കീറി ഇങ്ങനെ ഇടുവാണെങ്കിൽ വറുത്ത് കഴിയുമ്പോൾ ആ പച്ചമുളകിൻ്റെ അരിയും ഒക്കെ കൂടി അതിനകത്ത് ഇരിക്കുമ്പോൾ ആ മീനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 5 വെളുത്തുള്ളിയാണ്. ഇതിപ്പോൾ ഇച്ചിരി വലുതായി പോയി, എന്നാലും ഞാൻ ഇത് തന്നെ ഇടുകയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പൊടിയായിട്ട് അരിയണതാണ് ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ആ വേപ്പിലയൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ. പച്ചമുളകും അതുപോലെ തന്നെ ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ആ വെളുത്തുള്ളിയും കൂടി മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആ മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളിയും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിടാം. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ അരിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടാം കേട്ടോ. ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയും ഇഞ്ചി ഇടാനുണ്ടെങ്കിൽ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. 3 ഇട്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. അടിഭാഗമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി കൊഴുവ ഫ്രൈ ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ ടേസ്റ്റ് എന്നറിയോ ഈ സാധനത്തിന്. എൻ്റെ കൺട്രോൾ പോവാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇരിക്കാനായിട്ട്. ഒരു ട്രിപ്പും കൂടി ഉണ്ട്. അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു 3 തണ്ട് വേപ്പിലയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനും ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പൊക്കത്ത് ഞാൻ 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. കീറി ഇടണം കേട്ടോ, എന്നാലും അതിൻ്റെ മുളകിൻ്റെ അരിയൊക്കെ അതിനകത്തേക്ക് വീഴുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ മുളകിൻ്റെ അരിയൊക്കെ കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അടിഭാഗം മുരിയണനുസരിച്ച് നിങ്ങൾ മറിച്ചിടണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് കൊഴുവ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ കൊഴുവ ഫ്രൈ. ആരും മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വലിയ വലിയ മീനുകളുടെയൊക്കെ പുറകെ പോകുന്നതിലും നമുക്ക് കൂടുതലും ശരീരത്തിന് ഗുണം ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ പാവങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയ വലിയ മീനുകളുടെ പുറകെ പോകാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ പാവങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും